എല്ലാവർക്കും സ്ട്രോബെറി ചാനലിൻ്റെ ഓണം സീരീസിലേക്ക് സ്വാഗതം. ഞാൻ ഗീതു. കേരള സദ്യയിലെ ഒഴിച്ചുകൂടാനാവാത്ത വിഭവം പ്രഥമന്മാരിൽ കേമൻ, പിങ്ക് പാലട പ്രഥമനാണ് ഇന്നിവിടെ തയ്യാറാക്കുന്നത്. ഇത് ഓണത്തിന് മാത്രമല്ല ഏതവസരത്തിലും തയ്യാറാക്കാവുന്ന നല്ലൊരു പായസമാണ്. ഇത് തയ്യാറാക്കിയാൽ മിനിറ്റുകൾക്കുള്ളിൽ തന്നെ തീർന്നു പോവും, അത്രയ്ക്കും ടേസ്റ്റാണ് ഇതിന്. ഇത് തയ്യാറാക്കാൻ വെറും 3 ഇൻഗ്രീഡിയൻസ് മാത്രം മതി: പാല്, പഞ്ചസാര, അട. ഇത് വേവിച്ചെടുക്കാൻ 1 മണിക്കൂർ താമസമുണ്ടെങ്കിലും വെറും 10 മിനിറ്റത്തെ തയ്യാറെടുപ്പ് മാത്രം മതി. ഈ വർഷത്തെ ഓണം സീരീസ് ഈ പ്രഥമനിൽ ഞങ്ങൾ തുടങ്ങുകയാണ്. ഈ ആഴ്ചത്തെ ലക്കി വിന്നർ ആരെന്നറിയാൻ ഈ വീഡിയോ മുഴുവൻ കാണുക. വെറും 5 മണിക്കൂർ കൊണ്ട് ഒറ്റയ്ക്കൊരാൾക്ക് എല്ലാ വിഭവങ്ങളും ചേർന്നൊരു സദ്യ തയ്യാറാക്കാനാകും. അപ്പോൾ അതെങ്ങനെയെന്നറിയാൻ ഞങ്ങൾ നേരത്തെ അപ്ലോഡ് ചെയ്തിട്ടുള്ള ഫുൾ ഓണസദ്യയുടെ വീഡിയോ ഉണ്ട്, അതൊന്ന് കണ്ടു നോക്കുക. പാലട പ്രഥമൻ എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. അതിനായി ഈ അരിപ്പാലടയാണ് എടുത്തിരിക്കുന്നത്. ഇത് കടയിൽ നിന്നും അരിപ്പാലട എന്നുള്ള പേരിൽ പാക്കറ്റായിട്ട് മേടിക്കുന്നതാണ്. 100 ഗ്രാമാണ് എടുത്തിരിക്കുന്നത്. ഇതിന് നന്നായി കഴുകിയെടുക്കണം. ഇതിൽ വളരെ ചെറിയ തരികൾ ഉള്ളതുകൊണ്ട് അത് നന്നായി കഴുകി വാരി ഒരരിപ്പയിൽ വെള്ളം വാലാനായി മാറ്റി വയ്ക്കാം. ഇനി പായസം തയ്യാറാക്കി തുടങ്ങാം. ഞാൻ ഇന്നിവിടെ കുക്കറിലാണ് പായസം റെഡിയാക്കുന്നത്. ഇതിലേക്ക് 1.5 ലിറ്റർ പാലാണ് എടുക്കുന്നത്. നെയ്യൊന്നും മാറ്റാത്ത പാലാണ് എടുത്തിരിക്കുന്നത്. നമ്മൾ പലതരം ഭക്ഷണം പാകം ചെയ്യാൻ ഉപയോഗിക്കുന്ന കുക്കറാണെങ്കിൽ ഇത് 2-3 പ്രാവശ്യം നന്നായി കഴുകിയെടുക്കണം. ഇതിൽ പാല് തിളപ്പിക്കുമ്പോൾ അത് പിരിഞ്ഞു പോകാതിരിക്കാനാണ് ഇതുപോലെ നല്ല വൃത്തിക്ക് തന്നെ കഴുകിയെടുക്കണം എന്ന് പറയുന്നത്. 100 ഗ്രാം അടയ്ക്ക് 1.5 ലിറ്റർ പാലാണ് എടുക്കുന്നത്. അപ്പോൾ ഈ ഒരളവിൽ ഉണ്ടാക്കിയാൽ 6 തൊട്ട് 8 പേർക്ക് വരെ സെർവ് ചെയ്യാം. ഈ പാല് ഹൈ ഫ്ലെയിമിലോ മീഡിയം ഫ്ലെയിമിലോ ഇട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. നെയ്യ് മാറ്റാത്ത പാലായതുകൊണ്ട് ഹൈ ഫ്ലെയിമിലൊക്കെ ഇടുമ്പോൾ അടിയിൽ കരിഞ്ഞു പിടിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇളക്കി കൊടുത്തുകൊണ്ട് തന്നെ നമുക്കിത് തിളപ്പിച്ചെടുക്കാം. പാൽ അത്യാവശ്യം ഒന്ന് ചൂടായി ഏകദേശം തിളയ്ക്കാറാവുമ്പോഴേക്കും ഇതിലേക്ക് നമുക്ക് പഞ്ചസാര ചേർക്കാം. ഇതിലേക്ക് 225 ഗ്രാം പഞ്ചസാരയാണ് ഞാൻ ചേർക്കുന്നത്. പൊതുവേ നല്ല മധുരമുള്ള പായസമാണിത്. 200 ഗ്രാം തൊട്ട് 225 ഗ്രാം വരെ പഞ്ചസാര ചേർത്താൽ മതിയാവും. അപ്പോൾ കപ്പ് അളവിൽ പറയുവാണെങ്കിൽ ഇത് 1 കപ്പ് പഞ്ചസാരയുണ്ട്. ഇതിനി ഇളക്കിക്കൊണ്ട് തന്നെ തിളപ്പിച്ചെടുക്കാം. ഞാനിവിടെ ഒരു ഹൈക്കും മീഡിയത്തിനും ഇടയിൽ ഒരു ഫ്ലെയിമിലിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടാണ് തിളപ്പിക്കുന്നത്. അതായത് ഇപ്പോൾ പാല് നന്നായി തിളച്ച് പൊങ്ങുന്നുണ്ട്. ഇനി ഇതിലേക്ക് കഴുകി വെള്ളം വാർന്ന് വെച്ചിരിക്കുന്ന അരിപ്പാലട ചേർക്കാം. ഇതിപ്പോൾ ഈ അട ചേർത്തപ്പോൾ ഇതിൻ്റെ തിളയൊന്ന് കുറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇത് കുറച്ച് സമയം കൂടി ഒന്ന് ഇളക്കി തിളപ്പിക്കാം. ഈ സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ 1 ടേബിൾ സ്പൂൺ ബട്ടറോ അതല്ലെങ്കിൽ 1 ടേബിൾ സ്പൂൺ നെയ്യോ ചേർത്ത് കൊടുക്കാം. ഞാനിതൊന്നും ചേർക്കുന്നില്ല. ഇതൊന്നും ചേർത്തില്ലെങ്കിലും പായസത്തിന് നല്ല ടേസ്റ്റാണ്. അതായത് ഇപ്പോൾ നന്നായി വീണ്ടും തിളയ്ക്കുന്നുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഒരു മീഡിയത്തിലേക്ക് മാറ്റി കുക്കറിൻ്റെ അടപ്പ് വയ്ക്കാം. വെയിറ്റ് ഇടാതെയാണ് അടപ്പ് വെച്ചിരിക്കുന്നത്. നന്നായി തിളച്ചുകൊണ്ടിരുന്ന പാലായതുകൊണ്ട് വേഗത്തിൽ തന്നെ ഈ അടപ്പിന് മുകളിൽ കൂടെ ആവി വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ വെയിറ്റ് ഇടാം. ഇനി ഫ്ലെയിം മീഡിയത്തിനും ലോയ്ക്കും ഇടയിലേക്ക് മാറ്റാം. കൺസിസ്റ്റൻ്റ് ആയിട്ട് ഒരേ പ്രഷർ ഉള്ള രീതിയിലാണ് വേവിച്ചെടുക്കേണ്ടത്. എങ്കിൽ മാത്രമേ പായസത്തിന് പിങ്ക് കളർ ഉണ്ടാവത്തുള്ളൂ. ഏത് ഫ്ലെയിമിലിട്ടാലും ഈ കുക്കറിൽ ഇനി വിസിൽ വരാൻ പാടില്ല. വിസിൽ വരാതെ ഫ്ലെയിം കുറച്ചിട്ട് തന്നെ ഇത് വേവിച്ചെടുക്കണം. ഇത് ലോയ്ക്കും മീഡിയത്തിനും ഇടയിൽ തന്നെയാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഇനി നമുക്കൊരു ടൈമർ വെക്കാം. 1 മണിക്കൂറിൻ്റെ ടൈമർ. കറക്റ്റ് 1 മണിക്കൂർ കഴിയുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതിനിടയിൽ എപ്പോഴേലും കുക്കറിൽ വിസിൽ വരുമെന്ന് തോന്നിയാൽ ഉടൻ തന്നെ ഫ്ലെയിം കുറച്ചിടണം. വിസിൽ വരാൻ അനുവദിക്കരുത്. അതായത് ഇപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. പ്രഷർ കംപ്ലീറ്റ് ആയിട്ട് പോകാനായി മാറ്റി വയ്ക്കാം. അതായത് ഇപ്പോൾ പ്രഷർ കംപ്ലീറ്റ് ആയിട്ട് പോയിട്ടുണ്ട്. നമുക്ക് തുറന്ന് നോക്കാം. അപ്പോൾ ഇതിൻ്റെ മുകളിൽ പാട വന്നിട്ടുണ്ട്. അപ്പോൾ പാട ഉപയോഗിക്കാത്തവർ ഈ സമയത്ത് ഈ പാട അങ്ങ് എടുത്ത് കളഞ്ഞേക്കുക. അല്ലാത്തവർക്ക് കുഴപ്പമില്ല, ഇത് ഇളക്കിയെടുക്കുക. നോക്കൂ, നല്ല പെർഫെക്റ്റായി തന്നെ വേവായിട്ടുണ്ട്. നല്ല പിങ്ക് കളറിൽ പായസം റെഡി ആയിട്ടുണ്ട്. ഇഷ്ടമുള്ളവർക്ക് 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർക്കാം. ഇത് തികച്ചും ഓപ്ഷനിലാണ്. ഇത് ചേർത്തില്ലെങ്കിലും പായസത്തിന് നല്ല ടേസ്റ്റാണ്. പായസമാകുമ്പോൾ അതിൽ കുറച്ച് വെണ്ണയോ നെയ്യോ ചേർക്കണമെന്ന് നിർബന്ധമുള്ളവരുണ്ട്. അങ്ങനെയുള്ളവർക്ക് ഈ സമയത്ത് 1 ടേബിൾ സ്പൂൺ ഉരുക്കിയ ബട്ടറോ അതല്ലെങ്കിൽ 1 ടേബിൾ സ്പൂൺ നെയ്യോ ചേർക്കാം. ഞാൻ ചേർക്കുന്നില്ല. ഇനി ഇത് നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചാൽ മതി. അപ്പം നല്ല പെർഫെക്റ്റ് രുചിയിൽ നമ്മുടെ പാലട പ്രഥമൻ റെഡി ആയിട്ടുണ്ട്. സ്ട്രോബെറി ചാനൽ സമ്മാന പെരുമഴയിലെ ഇന്നത്തെ ലക്കി വിന്നേഴ്സ് ആരൊക്കെയെന്ന് നോക്കാം.
വിന്നേഴ്സിന് ഞങ്ങൾ ക്യാഷ് വൗച്ചേഴ്സാണ് കൊടുക്കുന്നത്. ലക്കി ഡ്രോയിൽ തിരഞ്ഞെടുക്കപ്പെടുന്ന വിന്നേഴ്സ് ഞങ്ങളുടെ ഇമെയിൽ ID വഴിയോ ഫേസ്ബുക്ക് പേജ് വഴിയോ 7 ദിവസത്തിനുള്ളിൽ ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യുക. കാറ്റഗറി 1 വിന്നർ ആയിഷ മുംതാസ്. ഈ സർപ്രൈസ് ഗീവവേയിൽ നിങ്ങൾ എല്ലാവരും പങ്കുചേരണം. ഇതിനെപ്പറ്റിയുള്ള ഡീറ്റെയിൽഡ് വീഡിയോ മുകളിൽ കാണുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ കാണാം. ഇതുപോലെ പായസത്തിന് പിങ്ക് കളർ കിട്ടാൻ കുക്കറിൽ തന്നെ വേവിക്കണമെന്നില്ല. സാധാ പാനിൽ വേണമെങ്കിലും ചെയ്യാം. ഇൻഗ്രീഡിയൻസ് എല്ലാം ചേർത്ത് 1 മണിക്കൂർ ഇളക്കി കൊടുത്ത് കുറുക്കിയെടുത്താൽ മതി. ഈ പായസം തണുക്കുമ്പോൾ കുറച്ചുകൂടൊന്ന് കട്ടിയാകും. അപ്പോൾ അത് ലൂസാക്കി എടുക്കണമെങ്കിൽ കുറച്ച് പാല് തിളപ്പിച്ച് ചേർത്താൽ മതി. അപ്പോൾ ഈ ഓണത്തിന് ഈ പായസം നിങ്ങളെല്ലാവരും ഒന്ന് തയ്യാറാക്കി നോക്കണം. ഓണം വരെ വെയിറ്റ് ചെയ്യണമെന്നില്ല, ഉടനെ തന്നെ ഉണ്ടാക്കാം. റെസിപ്പി ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പായസം ഉണ്ടാക്കി ഇഷ്ടമായെങ്കിൽ ഫോട്ടോസ് ഞങ്ങളുടെ ഫേസ്ബുക്ക് ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാൻ മറക്കരുത്. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു ഓണം റെസിപ്പിയുമായി ഉടൻ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ. ടേക്ക് കെയർ.